ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ് ആൻഡ് ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ കാപ്രിക്കോണിന് വേണ്ടിയിട്ട് ജൂൺ മാസത്തിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. വീഡിയോസിൽ ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് പേഴ്സണലായിട്ട് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷേ അത് നിങ്ങളുടെ സിറ്റുവേഷൻ, നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്തിട്ടാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതല്ലാണ്ട് ഇൻസ്റ്റഗ്രാമിലും ഞാൻ കുറേ ആക്റ്റീവാണ്, എന്നെ അവിടെയും ഫോളോ ചെയ്യുക. അവിടെ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അഡീഷണൽ മെസ്സേജസ് കിട്ടും നിങ്ങളുടെ സൈൻസിന് വേണ്ടിയിട്ട്. അതിൻ്റെ ഹാൻഡിൽ മുകളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആൻഡ് എൻ്റെ ചാനലിലെ മെമ്പർ ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ കാണും. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എൻ്റെ ചാനലിലെ മെമ്പർ ആവാം. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ജൂൺ മാസത്തിൻ്റെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജൂൺ മാസത്തിൻ്റെ മെസ്സേജസ് നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ കാപ്രിക്കോൺ, നിങ്ങളുടെ എന്താണ് ജൂൺ മെസ്സേജസ് എന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി നിങ്ങൾക്ക് വേണ്ടിയിട്ട് നൈറ്റ് ഓഫ് കപ്സ് ആണ്. നിങ്ങളുടെ പാസ്റ്റിൽ 6 ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങളുടെ കറണ്ട് എനർജി ടെമ്പറൻസ്. ഫ്യൂച്ചറിൽ നിങ്ങൾക്കുള്ള എനർജി ഏസ് ഓഫ് കപ്സ് ആണ്. നിങ്ങളുടെ ചാലഞ്ച് 10 ഓഫ് സോഡ്സ്. അഡ്വൈസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഹാങ്ഡ് മാൻ. സർപ്രൈസ് ഫാക്ടർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എംപറർ ആണ്. ആൻഡ് ഇവിടെ ഔട്ട്കം. അപ്പോൾ കാപ്രിക്കോൺ, നിങ്ങളുടെ ഓവറോൾ എനർജിയിൽ നൈറ്റ് ഓഫ് കപ്സ് ആണ്. നൈറ്റ് ഓഫ് കപ്സ് ഒരു കുറേ റൊമാൻറ്റിക് എനർജിയാണ്, ഒരു കുറേ ലൈറ്റ് ഹാർട്ടഡ് എനർജിയാണ്. ഇതൊരു പേഴ്സൺ ആയിരിക്കാം നിങ്ങളുടെ ലൈഫിൽ വരാൻ പോണത് ജൂണിൽ. അതല്ല വെച്ചാൽ ആരോ നിങ്ങൾക്കൊരു റൊമാൻറ്റിക് മെസ്സേജ് അയക്കണു, ഫ്ലേർട്ട് ചെയ്യണു, അങ്ങനത്തെ ഒരു എനർജി ആവാം. ഇത് നിങ്ങളുടെ എനർജിയും ആവാം. നിങ്ങൾ ഏതോ ഒരു പേഴ്സണെ നിങ്ങൾക്ക് ഇഷ്ടമാണ്, അപ്പോൾ ഇവിടെ കുറച്ചൊരു ഫ്ലേർട്ടിങ് എനർജീസ് ഉണ്ടാവാം. അപ്പോൾ എന്താണ് ഈ നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജി? ഹെർമിറ്റ് എനർജി, വെർഗോ എനർജി ഉണ്ട് ഇവിടെ. മൂൺ. അപ്പോൾ ഇവിടെ ഈ പേഴ്സൺ, ഈ മെസ്സേജ് ചെയ്യണ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ മുമ്പും പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ പേഴ്സൺ അറിയാം ആരാണെന്ന്. ഈ പേഴ്സൻ്റെ മെസ്സേജ് പറയണത് കുറേ ഒരു സഡൻ മെസ്സേജ് ആയിരിക്കാം. പറഞ്ഞാൽ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യില്ല ഇങ്ങനെ ഒരു മെസ്സേജ് ഈ പേഴ്സൺ അയക്കും എന്ന്. ഈ പേഴ്സൻ്റെ ലൈഫിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാം കാര്യങ്ങളും അറിയുണ്ടാവില്ല. അപ്പോൾ കുറച്ച് സൂക്ഷിക്കണം. ഇതൊരു പുതിയ പേഴ്സൺ ആണോ അതല്ല ഒരു അറിയണ പേഴ്സൺ ആണെച്ചാലും കുറച്ച് സൂക്ഷിക്കണം. എന്നുവെച്ചാൽ ഇവിടെ കുറച്ചൊരു ഹിഡൻ എനർജീസ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ അവരുടെ ലൈഫിൽ എന്താ നടക്കണമെന്ന് അതിൻ്റെ ഫുൾ ഐഡിയ നിങ്ങൾക്കില്ല. അപ്പോൾ അവരെന്തോ ഒരു സീക്രട്സ് ഉണ്ട് അവരുടെ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ഇവരുടെ കൂടെ സംസാരിക്കുമ്പോൾ സൂക്ഷിച്ചിട്ട് വേണം സംസാരിക്കുക. അവരുടെ ഇൻറ്റൻഷൻ അവർ ക്ലിയറായി നിങ്ങളോട് ഇപ്പോൾ പറയുന്നുണ്ടാവില്ല. നിങ്ങൾക്ക് വേറെ എന്തോ ആയിരിക്കും എക്സ്പെക്റ്റേഷൻസ് ഉള്ളത്. ഈ പേഴ്സൻ്റെ അതുമാതിരി ആയിരിക്കില്ല എക്സ്പെക്റ്റേഷൻ. ഓക്കെ, അപ്പോൾ അതൊക്കെ കുറച്ച് ക്ലിയർ ഔട്ട് ചെയ്യണം. 6 ഓഫ് പെൻറ്റക്കിൾസ് ആണ് നിങ്ങളുടെ പാസ്റ്റിൽ. അപ്പോൾ പാസ്റ്റിൽ ഞാനൊരു ഇംബാലൻസ്ഡ് എനർജി കാണുന്നു നിങ്ങളുടെ ലൈഫിൽ. എന്താണ് ഈ 6 ഓഫ് പെൻറ്റക്കിൾസ്, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്? അപ്പോൾ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു നിങ്ങളുടെ ലൈഫിൽ, അവിടെ കുറേ എഫേർട്ട് ഇട്ടിട്ടും ഒരു പ്രോഗ്രസ് ഒന്നും ഉണ്ടായിട്ടില്ല. ഇത് കരിയറിലാവാം, അതല്ല വെച്ചാൽ നിങ്ങളുടെ പേഴ്സണൽ ലവ് ലൈഫിലായിരിക്കാം. അപ്പോൾ ഫൈനലി നിങ്ങളൊരു കുറേ പ്രാക്ടിക്കലായി ഡിസിഷൻ എടുത്തു. ഈ സിറ്റുവേഷനിൽ ഈ പേഴ്സൺ, നിങ്ങൾ ഡീൽ ചെയ്യണ പേഴ്സൺ കുറേ ഒരു പ്രാക്ടിക്കൽ പേഴ്സൺ ആണ്. അപ്പോൾ ഒരു ബോസിൻ്റെ എനർജി ആവാം. അതല്ല വെച്ചാൽ പറഞ്ഞ പോലെ ഒരു റൊമാൻറ്റിക് സിറ്റുവേഷൻ ആണ് വെച്ചാൽ ഈ പേഴ്സൻ്റെ അടുത്തുനിന്ന് പറഞ്ഞാൽ കുറേ ഒരു ഡിറ്റാച്ച്ഡ് പോലെ ഒരു പേഴ്സണാണ് ഇത്. അപ്പോൾ നിങ്ങൾ എത്ര എഫേർട്ട് ഇട്ടാലും ഈ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് ഒരു പാർട്ടിസിപ്പേഷനും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ മാസം നിങ്ങൾ
ബാലൻസ് കൊണ്ടുവരണു നിങ്ങളുടെ ലൈഫിൽ. എന്നുവെച്ചാൽ മുമ്പേ നിങ്ങൾ കുറേ എഫേർട്ട് ഇട്ടിട്ടും ഒന്നും പ്രോഗ്രസ് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നിങ്ങളിപ്പോൾ നിങ്ങളുടെ എനർജി ബാക്ക് ഓഫ് ചെയ്യണു, കുറച്ചൊരു ഡിറ്റാച്ച് ആവണു ഈ പേഴ്സൻ്റെ അടുത്തുനിന്ന്. മുമ്പത്തെ മാതിരി അത്ര അറ്റൻഷൻ നിങ്ങൾ ഈ പേഴ്സണെ കൊടുക്കണില്ല. ഇപ്പോൾ ടെമ്പറൻസ് സാജിറ്റേറിയസ് എനർജിയാണ്. അപ്പോൾ ഇതെന്താണ് ഇവിടെ ടെമ്പറൻസ് കാണുന്നത്? ഹൈ പ്രീസ്റ്റസ്. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് സീക്രട്ടീവ് എനർജിയാണ്. അപ്പോൾ നിങ്ങളും ഇപ്പോൾ മുമ്പത്തെ മാതിരി ഈ പേഴ്സണെ അത്ര അറ്റൻഷൻ കൊടുക്കണില്ല. ആൻഡ് അതുകൊണ്ട് ഇവിടെ ഒരു സെപ്പറേഷൻ. ഓക്കെ, ഫോർ എ സോൾസ് എന്നുവെച്ചാൽ നിങ്ങൾക്ക് ഈക്വൽ എനർജി ഉള്ള റിലേഷൻഷിപ്പാണ് വേണ്ടത്. എഫേർട്ട് ഉള്ള റിലേഷൻഷിപ്പാണ് വേണ്ടത്. നിങ്ങൾ മാത്രം എഫേർട്ട് ഇട്ടാൽ ഇതിൽ വർക്ക് ചെയ്യില്ല. അത് നിങ്ങൾക്ക് മനസ്സിലായിരിക്കണു. അതുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ എനർജിയൊക്കെ വിഡ്രോ ചെയ്തു. ഇപ്പോൾ ഫ്യൂച്ചറിൽ ഞാനൊരു പുതിയ ബിഗിനിങ് കാണുന്നുണ്ട് നിങ്ങളുടെ ലവ് ലൈഫിൽ. ഇതൊരു ഇമോഷണൽ ബിഗിനിങ് ആണ്, റൊമാൻറ്റിക് ബിഗിനിങ് ആണ്. ഈ ബിഗിനിങ് ഏത് പേഴ്സൻ്റെ കൂടെയാണ്? 9 ഓഫ് സോൾസ്. അപ്പോൾ ഈ ബിഗിനിങ് ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ കുറേ സ്ട്രെസ് ഉണ്ട്, കുറേ ഓവർ തിങ്കിങ് എനർജീസ് ഉണ്ട് ഇവിടെ. പക്ഷേ ഇത് കുറേ ഒരു ബ്യൂട്ടിഫുൾ എനർജിയാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ കുറേ പോസിറ്റീവ് ആൾക്കാരെ നിങ്ങളുടെ ലൈഫിൽ അട്രാക്റ്റ് ചെയ്യണു. അപ്പോൾ ഇതൊരു പുതിയ പേഴ്സൺ ആവാം, ഇതൊരു സിംഗിൾ പേരൻ്റ് ആവാം. പറഞ്ഞാൽ ഈ പേഴ്സൻ്റെ ഓൾറെഡി കുട്ടികളുണ്ട്, അങ്ങനത്തെ ഒരു പേഴ്സൺ ആവാം. അതല്ല വെച്ചാൽ ഈ റിലേഷൻഷിപ്പിൽ കുറേ ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ട്. അതാണ് ഞാൻ കാണുന്നത്. ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് സീരിയസ് ആണ്. 10 ഓഫ് സോൾസ് ആണ് നിങ്ങളുടെ ചാലഞ്ച് ഈ മാസം. അപ്പോൾ ഈ മാസം എന്തോ ഒരു എൻഡിങ് ഡെഫിനറ്റ്ലി ഉണ്ട്. ഇവിടെ ഒരു ബിട്രയൽ മാതിരി ഫീലിംഗ് ഉണ്ട് നിങ്ങളുടെ മനസ്സിൽ. എന്നുവെച്ചാൽ നിങ്ങൾ ഇഷ്ടമുള്ള പേഴ്സൺ നിങ്ങൾക്ക് അവരുടെ സൈഡിൽ നിന്ന് ഒരു എഫേർട്ടും ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് കുറച്ചൊരു നിങ്ങൾക്ക് വിഷമം ഉണ്ടാവും. പിന്നെ അതുമാത്രമല്ല ആ പേഴ്സൻ്റെ വേറെ ചോയ്സസും ഉണ്ട്. അപ്പം നിങ്ങൾ ഈ സ്റ്റോറി, ഈ സൈക്കിളിനെ ഇവിടെ തന്നെ എൻഡ് ചെയ്തിട്ട് മുമ്പോട്ട് പോകാൻ തീരുമാനിക്കേണ്ട വെച്ചാൽ അതൊരു ചാലഞ്ചാണ് ഈ മാസം. എന്ന് വെച്ചാൽ അത് കുറച്ചൊരു വിഷമമുണ്ട് നിങ്ങൾക്കത് വർക്കൗട്ട് ചെയ്തില്ല എന്ന്. പക്ഷേ യൂണിവേഴ്സ് നിങ്ങളോട് ആ സിറ്റുവേഷനെ ലെറ്റ് ഗോ ചെയ്യാനാണ് പറയണത്. അഡ്വൈസ് ഇവിടെ അതാണ്, ലെറ്റ് ഗോ ചെയ്യുക. എന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോണത് ഒരു പുതിയ ബിഗിനിങ് ആണ്. ഈ സിറ്റുവേഷനിൽ എനിവേ രണ്ട് സൈഡിൽ നിന്നും പറഞ്ഞ ഒരു ഈക്വൽ എഫേർട്ട് ഇല്ലാത്തതുകൊണ്ട് ഇത് വർക്കൗട്ട് ചെയ്യില്ല. അപ്പോൾ അതിനെ ലെറ്റ് ഗോ ചെയ്യുക. പേജ് സോഴ്സ് എന്തോ നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷനും കിട്ടും. ഈ പേഴ്സൺ ചിലപ്പോൾ വേറെ ആരുടെയോ കൂടെ ഇൻവോൾവ് ആണ്, അങ്ങനത്തെ ഒരു ഇൻഫർമേഷൻ കിട്ടുമ്പോൾ നിങ്ങളും ഈ സിറ്റുവേഷനെ ബാക്ക് ഓഫ് ചെയ്യും. നിങ്ങളുടെ ഹിഡൻ ഫാക്ടർ, സർപ്രൈസ് ഫാക്ടർ ഈ മാസം എംപററാണ്, ഏരീസ് എനർജി. അപ്പോൾ ഇവിടെ കുറേ ഒരു മെച്ചോർ എനർജിയാണ് എംപ്രസ്. ക്വീൻ ഓഫ് വാൻഡ്സ് ഉണ്ട് ഇവിടെ, ഫയർ സൈൻ ആദ്യം. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോണ പേഴ്സൺ ഒരു ഫയർ സൈൻ ആയിരിക്കാം, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ഇവിടെ 2 ഓഫ് വാൻഡ്സും ഉണ്ട്. അപ്പോൾ കുറേ പ്ലാനിങ്ങും സ്ട്രാറ്റജൈസിങ് ആണ് ഞാൻ കാണുന്നത്. നിങ്ങളുടെ ഫ്യൂച്ചർ റിലേഷൻഷിപ്പ് പറഞ്ഞാൽ ഫ്യൂച്ചറിൽ വരാൻ പോണ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ ആക്ച്വലി കുറേ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് സൂക്ഷിച്ചിട്ട് വേണം ഈ തീരുമാനം എടുക്കുക എന്നാണ് ഇവിടെ മെസ്സേജ് ഉള്ളത്. നിങ്ങൾ എടുക്കണ സ്റ്റെപ്സൊക്കെ ശരിയായി സ്റ്റെപ്സ് തന്നെ എടുക്കാൻ പോവാണ്. ബട്ട് അത് ഉണ്ടായിട്ടും പറഞ്ഞാൽ ഒരു ഇമ്പൾസീവായിട്ട് ഡിസിഷൻസ് എടുക്കരുത്, അതാണ് ഇവിടെ കാണുന്നത്. ഔട്ട്കം നിങ്ങൾക്ക് ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അപ്പോൾ ഇത് ടോറസ്, വർഗോ, കാപ്രിക്കോൺ എനർജി തന്നെയാണ്. ഇവിടെ ബാലൻസ്ഡ് എനർജിയാണ് പറയണത്. യൂണിവേഴ്സും നിങ്ങളോട് ബാലൻസ് ചെയ്യാനാണ് പറയണത് നിങ്ങളുടെ എനർജി. ഇത് സ്റ്റെബിലിറ്റിയുടെ എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ഒരു സ്റ്റേബിൾ ഫ്യൂച്ചറാണ്. ആ ഫ്യൂച്ചറിനെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണു. ആൻഡ് ആ പുതിയ ബിഗിനിങ് നിങ്ങൾക്ക് ഈ മാസം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണതൊക്കെ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ എനർജി ബാലൻസ് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്താണ് ഇവിടെ മെസ്സേജ് നിങ്ങൾക്ക്? അപ്പോൾ പാസ്റ്റിൻ്റെ പേഴ്സൺ ഒരു അക്വേറിയസ് ആവാം, അതല്ല ഒരു വർഗോ ആവാം, ക്യാൻസർ ആവാം. ഫ്യൂച്ചറുടെ പേഴ്സൺ ഒരു ഫയർ സൈൻ ആവാം, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ആവാം. ഏരീസ് ഉണ്ട്, ജെമിനായി ഉണ്ട്. അപ്പോൾ ഇവിടെ സറണ്ടർ ടു ദ ഡിവൈൻ ആണ് പറയണത് യൂണിവേഴ്സ്. അത് ഈ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഒരു ഫെയ്ത്ത് വേണം. അത് നിങ്ങളുടെ ഫ്യൂച്ചറിൽ വരണ പേഴ്സൺ
നിങ്ങളുടെ ഐഡിയൽ പാർട്ട്ണർ ആയിരിക്കും. എന്ന് വെച്ചാൽ ക്ലിയർലി നിങ്ങളുടെ പാസ്റ്റിലുള്ള പേഴ്സൺ ഈ സിറ്റുവേഷനിൽ ഇപ്പോൾ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യണില്ല. അപ്പോൾ നിങ്ങളോട് യൂണിവേഴ്സ് സറണ്ടർ ചെയ്യാനാണ് പറയണത്. എല്ലാം ഉണ്ടാവണതെല്ലാം ശരിയാവും. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ആ ഫെയ്ത്ത് വയ്ക്കുക, മുമ്പോട്ട് പോവാം. അപ്പോൾ ഇതാണ് കാപ്രിക്കോൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ് വേണം വെച്ചാൽ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ ഡീറ്റെയിൽസൊക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.